ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എന്താ പരിപാടി? ഇതെൻ്റെ സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തെന്താ ഇത്ര പ്രസരിപ്പെന്നല്ലേ? അതേ ഗായ്സ്, നമ്മൾ മട്ടൺ വാങ്ങി. മട്ടൺ അങ്ങനെ എപ്പോഴും നമ്മൾ വാങ്ങാറില്ല കേട്ടോ. ഇവിടെ വളരെ റെയറായിട്ടാണ് വാങ്ങൽ. പക്ഷേ നാട്ടിലേക്കാളും ഇവിടെ മട്ടന് റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ കഴുകി കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന മട്ടനാണിത്. ഇത് 1/2 കിലോ മട്ടനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം അടുത്തതായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മളിവിടെ എരിവിനായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് കേട്ടോ. ഞാനിവിടെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മട്ടൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഈ മട്ടൻ വേവിക്കാൻ വയ്ക്കുന്നതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം അടുത്ത ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ ചേർത്ത മസാലകളെല്ലാം ഈ മട്ടനിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഈ മട്ടൻ വേവാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊരു പ്രഷർ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മട്ടൻ ഒരു പ്രഷർ കുക്കറിലോട്ട് മാറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെച്ച്, ഞാനിവിടെ ഇൻഡക്ഷനിലാണ് വയ്ക്കുന്നത് കേട്ടോ, അതിലേക്ക് വെച്ച് ഇത് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 5 വിസിലടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മട്ടൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ 5 വിസിലിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നോക്കിയാലോ. ഈ സമയത്ത് ഞാൻ അടുത്ത എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജീരകശാല അരിയില്ലേ, അതൊന്ന് കുതിർത്തിടാനായിട്ട് പോവാണ്. ഈ പുതിയ കിച്ചൺ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുമായിട്ടൊന്ന് യൂസ്ഡ് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കണ്ടെയ്നർ കിച്ചൺ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിയതാണ്. പക്ഷേ നല്ല കംഫർട്ടാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് സ്ഥലം കുറച്ച് മതി, അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരി കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ 4 സവാളയും കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താ? അടുത്ത പണി എനിക്കല്ല ഗായ്സ്, നമ്മുടെ സോഡിയാക്കിനാണ്. അതെ, സോഡിയാക്ക് ഉള്ളത് കൊണ്ട് സവാള അരിഞ്ഞ് കണ്ണു നിറയേണ്ട ആവശ്യമില്ല. വീട്ടമ്മമാരുടെ നിത്യസഹായ തോഴി, അതെ, നമ്മുടെ സോഡിയാക്ക്. അപ്പോൾ നമ്മുടെ സവാള നല്ല സ്ലൈസ് ചെയ്ത് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതും നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 1 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പച്ചമുളകിന് നല്ല എരിവാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ 3-4 ഒതുക്കിയത് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ മീഡിയം സൈസ് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മല്ലിയില, പുതിനയില, തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, സവാള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഇഷുക്കുട്ടി പിങ്കി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അതിന് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യിൻ്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കും. നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ മസാല റെഡിയാക്കുമ്പോഴത്തേക്ക് ആ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി അതിലേക്ക് ഉലുവ ഇട്ടു, കറിവേപ്പില ഇട്ടു. കറിവേപ്പില നന്നായിട്ട് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകില്ലേ, അത് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ മാറ്റി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാനിവിടെ 1 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിലും ഇപ്പം പഞ്ചസാര ഇറക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില, പുതിനയില അതും 1 പിടിയുണ്ട്, അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ അധികം മസാലയൊന്നുമില്ല. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി ആ മസാലയുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള കട്ട തൈരാണ്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മട്ടനില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ വറ്റി മട്ടൻ നന്നായിട്ട് കുക്കായി മസാലയിലൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് പീസുകൾ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കഴുകി ഊറ്റി വെച്ചേക്കുന്ന റൈസില്ലേ, ഒട്ടും വെള്ളമില്ലാതെ ഊറ്റണം കേട്ടോ. അതിലേക്ക് 1.25 കപ്പ്, അതായത് 1 കപ്പ് അരിക്ക് 1.25 എന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകില്ലേ നേരത്തെ മാറ്റി വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സവാള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഗ്രാമ്പു 4 ഗ്രാമ്പു, 1 തക്കോലം,
2 കഷ്ണം പട്ട, 2 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് അരമുറി നാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒരു അടപ്പെടുത്ത് ഇത് ഒട്ടും എയർ പോവാതെ അടച്ചു വയ്ക്കാം. അതിനായിട്ട് ആ ഹോളിൽ ഞാനൊരു ഗ്രാമ്പൂ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസ് ഒന്ന് മീഡിയം കുക്കായിട്ട് വരണം. അങ്ങനെ നമ്മുടെ റൈസ് ഒരു പകുതി വേവാകുമ്പോൾ ഇതുപോലെ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസിൽ സവാളയെല്ലാം എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവും. ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണേ. എന്നിട്ട് നമുക്ക് വീട്ടിൽ ലിഡ് വെച്ച് അടച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും സവാളയെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഓയിലൊഴിച്ച് അതിനകത്തേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് കാഷ്യൂ പിന്നെ കിസ്മിസ് ഇട്ടു, പിന്നെ ഇത് ഒരുമിച്ച് വറുത്ത് കോരി കേട്ടോ. ഇനി നമുക്ക് ഒരു സവാള വറുത്ത് കോരി എടുക്കാം. അപ്പോൾ അതുകൂടി വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ദം ചെയ്യാനിട്ട് കേട്ടോ. പക്ഷേ ആ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ മിസ്സായിപ്പോയി. അപ്പോൾ അടിയിൽ നമ്മുടെ മസാലയില്ലേ അതിൻ്റെ മുകളിൽ റൈസ് നമ്മൾ ഇതുപോലെ തട്ടിയിട്ട് കൊടുത്തു. എന്നിട്ട് മല്ലിയിലയും പുതിനയിലയില്ലേ അത് മുകളിൽ വെതറി കൊടുത്തു. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നത് ഈ ബിരിയാണി എസൻസ് ആണ് കേട്ടോ. അതൊരു 2 ഡ്രോപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് നെയ്യ് കൂടി ഇതിന് ചുറ്റും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ഒന്ന് ദമ്മാവട്ടെ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ സാലഡ് റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു കുക്കുംബർ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. വിഷുക്കുട്ടിക്ക് പച്ചമുളക് എരിവായോണ്ടാണ് ഞാൻ ചേർക്കാത്ത കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് തൈര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. എനിക്ക് ഈ തൈര് ഒഴിച്ച സമയത്ത് എൻ്റെ കണ്ണ് തെറിച്ചിട്ട് നീര് പൊടിഞ്ഞു കേട്ടോ ഗൈസ്. അങ്ങനെ അതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു കട്ടിയുള്ള സാലഡാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ. വിഷുക്കുട്ടിക്ക് ഇങ്ങനെ ഒരു കട്ടിയുള്ള സാലഡാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ടിക്ക് റെഡിയാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആവിയൊക്കെ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച സവാളയില്ലേ അതിന് ഞാനൊരു ചെറിയ ക്യാരറ്റ് കൂടി കട്ട് ചെയ്തിട്ട് അത് മൂപ്പിച്ച് കുറച്ച് കറിവേപ്പില കൂടി മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ രണ്ടാമത് ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് നഷ്ടമാവാതിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ദം പൊട്ടിക്കാം ഗൈസ്. ഇത് പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ മണമെന്നറിയാമോ കിച്ചണിൽ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി മട്ടൺ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മുകളിൽ വറുത്തിട്ട സംഭവങ്ങളെല്ലാം സൈഡിലോട്ട് ഒന്ന് ഒതുക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പ്ലെയിൻ റൈസ് ഇപ്പോൾ സെപ്പറേറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അടിയിലുള്ള നമ്മുടെ മസാല സെപ്പറേറ്റ് കോരുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 3 ലെയറാക്കി വെക്കുക. ഇതാ കണ്ടില്ലേ. അപ്പോൾ ആദ്യം സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് നമ്മുടെ ഈ കാഷ്യൂനട്ടും കിസ്മിസും സവാളയില്ലേ അത് ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലെയിൻ റൈസില്ലേ അത് കോരിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇശുക്കുട്ടിക്ക് കോരുന്നതുകൊണ്ട് ഞാൻ മസാല റൈസ് കോരുന്നില്ല കേട്ടോ. പ്ലെയിൻ റൈസ് മാത്രമേ കോരുന്നുള്ളൂ. അതൊന്ന് ലെയർ ചെയ്തിട്ട് അവൾക്ക് ഒരു പീസ് കഷ്ണവും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇശുക്കുട്ടിക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മസാല റൈസും കൂടി ചേർത്ത് സെറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇശുക്കുട്ടിയുടെ റൈസ് ഞാനിതുപോലെ ബൗളിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇക്കാക്ക് സെറ്റ് ചെയ്താണ് കേട്ടോ. അതാണ് കേട്ടോ മസാലയുടെയൊക്കെ ആ കളർ ഉണ്ടോ. അങ്ങനെ നമ്മൾ 3 പേരും കൂടി നമ്മുടെ അടിപൊളി മട്ടൺ ദം ബിരിയാണി ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. സൺഡേ മട്ടൺ ദം ബിരിയാണി ഒരുമിച്ചുള്ള ഫാമിലി ടൈം. ഇത് എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.